അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വനശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികളായ ആളുകൾക്കിടയിലുള്ള സൗഹൃദവും സ്നേഹവും ഇഷ്ടവും അടുപ്പവും ഒക്കെ അള്ളാഹു വലിയ പ്രാധാന്യത്തിലാണ് നമ്മൾക്ക് പറഞ്ഞു തന്നത് എന്ന് നമുക്കറിയാം. പരിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും പരിശോധിക്കുമ്പോൾ വിശ്വാസികൾ തമ്മിലുള്ള സ്നേഹം ഒരു ശരീരം പോലെയാണ്, കെട്ടിടം പോലെയാണ് എന്നൊക്കെ പ്രവാചകൻ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്കിടയിൽ അവർ പരസ്പരം എന്തെങ്കിലും തരത്തിൽ ഭിന്നതയുണ്ടാവുക, ചേരിതിരിവുണ്ടാവുക, അവർ തമ്മിൽ തെറ്റി കഷ്ണമായി മാറുക എന്നതൊക്കെ അള്ളാഹുവിന്റെ ദീനിൽ വലിയ കുറ്റമായിട്ട്, വലിയ പാപമായിട്ടാണ് പഠിപ്പിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രയോഗിച്ചൊരു പ്രയോഗം, വമൻ ശദ്ദ ഇലന്നാർ, ആരെങ്കിലും വിശ്വാസികൾക്കിടയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഛിദ്രതയുണ്ടായി അവർ തെറ്റിപ്പിരിഞ്ഞാൽ ആ തെറ്റിന് കാരണമായത് എന്താണോ, അതിന്റെ കൂടെ നിൽക്കുന്നത് എന്താണോ, അത് നരകത്തിലേക്കാണ് അവരെ നയിക്കുക എന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ നേർക്കുനേരെ നമുക്ക് പറഞ്ഞെന്നതാണ്. അഥവാ വിശ്വാസികൾക്കിടയിൽ പ്രശ്നം ഉണ്ടാവുക, ഭിന്നത ഉണ്ടാവുക എന്നത് നരകത്തിലേക്ക് എത്തിക്കണ കാര്യമായതുകൊണ്ട് തന്നെ നമ്മൾക്കിടയിൽ സ്നേഹവും ഇഷ്ടവും ഉറപ്പിക്കുകയും ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നതും നമ്മൾക്കിടയിൽ ഭിന്നതയില്ലാതിരിക്കുവാനും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സ്വഭാവ ഗുണങ്ങളും ചില സ്വഭാവ രീതികളും നമ്മളോട് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി പറയാണ്, അത് നമ്മക്ക് മാത്രം അള്ളയും റസൂലും പറഞ്ഞതാണ്. നാട്ടിലെ ഭൂരിപക്ഷ ആൾക്കാർ ഈ പറഞ്ഞതിനോടൊന്നും യോജിക്കുന്നുണ്ടാവില്ല. യോജിക്കണം, നിർബന്ധവും പിടിക്കരുത്. മറിച്ച് നമ്മക്കിടയിൽ ഒരിക്കൽ പോലും നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് ഇഷ്ടത്തിലും സ്നേഹത്തിലും വിട പറഞ്ഞു പോകുമ്പോഴേ നമ്മുടെ ഈമാൻ പൂർത്തിയാകുള്ളൂ. നമുക്കറിയാം അവർക്കേ സ്വർഗം ഉണ്ടാകുള്ളൂ. അതിനുവേണ്ടി നമ്മളുടെ മനസ്സുകളിൽ വിശ്വാസികളെ കുറിച്ച് തെറ്റായ ചിന്തകളും ഭിന്നാഭിപ്രായങ്ങളും ഛിദ്രതയും ഇല്ലാതിരിക്കുന്നതിനു വേണ്ടി നമ്മൾ പാലിക്കേണ്ട ചില സ്വഭാവ ഗുണങ്ങളുണ്ട്. അതിലൊന്നാണ് ഹുസ്നുൽ വന്നി ബിന്നാസ് അല്ലെങ്കിൽ ബിൽ മുഅ്മിനീൻ. വിശ്വാസികളെ കുറിച്ച് നമ്മുടെ മനസ്സിൽ നല്ലതാണ് ചിന്തിക്കേണ്ടത്. ഇത് നമ്മളെ മാത്രം പ്രത്യേകത കേട്ടോ, ബാക്കി എല്ലാവരും ഇതിന്റെ കൂടെ ഉണ്ടാകുന്നല്ല. വിശ്വാസികളെ കുറിച്ച് നമ്മുടെ മനസ്സിൽ നല്ലതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരാളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് അയാൾ നിസ്കരിക്കണവനാണല്ലോ, അയാൾ നോമ്പ് നോക്കണവനാണല്ലോ, പള്ളിയായിട്ട് ബന്ധമുണ്ടല്ലോ, ബാക്കി പല ന്യൂനതകൾ ഉണ്ടായേക്കാം, പക്ഷെ അയാൾ കെലിമ ചൊല്ലിയ മുസ്ലിം ആണല്ലോ, ഇൻഷാ അല്ലാഹ് സ്വർഗാവകാശിയാണല്ലോ എന്ന് ചിന്തിക്കേണ്ടവനാണ് നമ്മൾ.
ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകാം, ആളുകൾക്കിടയിൽ വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുണ്ടായേക്കാം. നമ്മളെക്കുറിച്ചും നാട്ടുകാരെ കുറിച്ച് നമ്മൾക്കുമൊക്കെ നന്മയും തിന്മയും ഒക്കെ പറയാനുണ്ടാകാം. പക്ഷെ വിശ്വാസികളായ ആളുകളെ കുറിച്ച് നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് അയാൾ സ്വർഗാവകാശിയാണ് എന്നാണ്. അയാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടയാളാണ്. ചില പോരായ്മകൾ എന്നെപ്പോലെ അയാൾക്കുണ്ടായേക്കാം, പക്ഷെ അയാൾ നല്ലയാളാണ് എന്ന് ചിന്തിക്കുന്ന ഹൃദയത്തിലേക്ക് നമ്മുടെ ആരാധനയും നമ്മുടെ വിശ്വാസവും നമ്മുടെ സ്വഭാവത്തെ മാറ്റണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇബാദത്തുകൾ, സൽക്കർമ്മങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നിടത്ത് പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഹുസ്നുൽ വന്നി മിൻ ഹുസ്നിൽ ഇബാദ. നമ്മൾ പലപ്പോഴും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല ഇങ്ങനെ ഒരു വാക്ക്. അറബി കേട്ടിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവില്ല. ഹുസ്നുൽ വന്നി മിൻ ഹുസ്നിൽ ഇബാദ. അള്ളാഹ് പഠിപ്പിച്ച ആരാധനകളിൽ, ഇബാദത്തുകളിൽ പടച്ചോൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹുസ്നായ ഒരു ഇബാദത്ത് പറഞ്ഞു തരട്ടെ. സഹാബാക്കളുടെ ചോദ്യത്തിന് നബി പറഞ്ഞാൽ എന്താ ഹുസ്നുൽ വൻ? ആളുകളെ കുറിച്ച് നല്ലത് വിചാരിക്കുന്നത് ഓരോ സെക്കൻഡും ഇബാദത്താണെന്നാണ്. നിങ്ങൾ ഒരു ഉദാഹരണമായിട്ട് പറയാൻ, മുഹമ്മദ് എന്നൊരാളെ പറ്റി അയാൾ നല്ലൊരു മനുഷ്യനാണ്, ഇൻഷാ അല്ലാഹ് അയാൾക്ക് അല്ലാഹ് സ്വർഗം കൊടുക്കട്ടെ എന്ന് വിചാരിക്കുന്ന ആ ചിന്ത ഉണ്ടല്ലോ, ആ ചിന്ത 10 കൊല്ലം കൊണ്ടെടുക്കുന്നുണ്ടെങ്കിൽ ആ 10 കൊല്ലത്തിലെ ഓരോ സെക്കൻഡും ഓരോ മിനിറ്റും പടച്ചോന്റെ മാർഗത്തിൽ ഇബാദത്ത് ചെയ്ത കൂലിയാണ് എന്നാണ്. 10 ആളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് 5 കൊല്ലാണ് ചിന്തിക്കണമെങ്കിൽ ആ 5 വർഷവും 10 ആളെ കുറിച്ച് നന്മ ചിന്തിക്കുന്ന ഓരോ മിനിറ്റും പടച്ചോന്റെ മാർഗത്തിൽ ഞാൻ ചെയ്യുന്ന പുണ്യകരമായ ഇബാദത്താണെന്നാണ്. എത്രമാത്രം പ്രതിഫലാർഹമായ കാര്യമാണ്. ഇതെന്തിനാ നബി പഠിപ്പിച്ചറിയോ? ഇത് നമ്മുടെ മനസ്സിൽ രൂഢമൂലമാകാനാണ്. നമ്മക്കിടയിൽ അനൈക്യമില്ലാതിരിക്കാനും നമ്മൾക്കിടയിൽ ഛിദ്രമല്ലാതെക്കാനും വിശ്വാസികൾക്കിടയിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാമത്തെ ഗുണാണ് എല്ലാ വിശ്വാസികളും സ്വർഗാവകാശികളാണ്. എല്ലാവരിലും നന്മയാണ് കൂടുതൽ, എല്ലാവരും നല്ലോരാണ്. പോരായ്മണ്ടോ? എന്നിലുമുണ്ട്. ആ എന്നിലുള്ള പോരായ്മ വെച്ച് എന്നെ ആളുകൾ അകറ്റി നിർത്തുന്നത് എനിക്കിഷ്ടമല്ലല്ലോ, അതേപോലെയാണ് ഞാൻ അവരെയും. ഇതാണ് ദീൻ എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഇസ്ലാം ചരിത്രത്തിൽ അബൂ ദുജാന റളിയല്ലാഹു അൻഹു ഒരു മരണരംഗമുണ്ട്. ആ മരണരംഗം സഹാബാക്കളൊക്കെ ഏകദേശം അദ്ദേഹം മരണാസന്നനായി കിടക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് സഹാബാക്കൾ ചെന്നു. അപ്പം സ്വാഭാവികമായി ഒരു വേദനയും പ്രയാസവും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹം ഇവരോട് സംസാരിക്കുമ്പം മുഖപ്രസന്നനായി അല്പമൊക്കെ സന്തോഷത്തോടു കൂടി അദ്ദേഹം സംസാരിക്കണ കേട്ടപ്പോ സഹാബാക്കൾ ചോദിച്ചു, അല്ല നിങ്ങൾക്ക് എന്താണ് പടച്ചോനെ കണ്ടുമുട്ടുമ്പോൾ ഒരു ധൈര്യമുള്ള പോലെ? അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കെന്നറിയോ? മാമിൻ അമലിൻ ഷൈഇൻ ഔതഖു ഇൻദി മിൻ ഇത്നതൈൻ. എനിക്ക് 2 സ്വഭാവം ഞാൻ മരിക്കണത് വരെ കാത്തു സൂക്ഷിച്ചിരിക്കണ്. അതിൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. പടച്ചോന്റെ ഒക്കെ ഒന്ന് പറഞ്ഞു നിൽക്കാൻ കഴിയാൻ ഒരു 2 സ്വഭാവം ഞാൻ കൊണ്ടു നടക്കുന്നുണ്ട്. ഒന്ന്, കുൻതു ലാ അതകല്ലമു ഫീമാ ലാ യഅനി. എനിക്ക് ആവശ്യമില്ലാത്തടത്ത് ഞാൻ വർത്താനം പറയാൻ നിൽക്കൂല. ആവശ്യമില്ലാത്തടത്ത് ഞാൻ മാന്യമായി സംസാരിക്കും. ഞാൻ ശക്തമായി നിൽക്കുന്നതോട് ഞാൻ ശക്തമായി നിൽക്കും. എല്ലായിടത്തും പോയി അഭിപ്രായം പറഞ്ഞിട്ട് അവിടെ ആളാകാൻ വേണ്ടി ഞാൻ നിൽക്കൂല. രണ്ടാമത്തേത്, വകാന ഖൽബി ലിൽ മുസ്ലിമീന സലീമ. ഞാൻ ഏത് മനുഷ്യരെ പറ്റിയിട്ടും ഞാൻ എന്റെ മനസ്സിൽ അയാളെ നന്മയെ ആലോചിക്കുള്ളൂ. തിന്മ അറിയാത്തത് കൊണ്ടല്ല. ഞാൻ ആ നന്മ, പടച്ചോനെ അയാൾ ഇങ്ങനെ ഉണ്ടല്ലേ, എന്നാലും അയാൾ ഉമ്മാനെയും ബാപ്പാനെയും നോക്കുന്ന ആളാണല്ലോ. അയാൾ ഇങ്ങനെ കേട്ടു, ശരി, എന്നാലും അയാൾ പള്ളിക്കൊക്കെ സ്വതക്ക് കൊടുക്കുന്ന മനുഷ്യനാണല്ലോ. അയാൾ എന്നാലും അള്ളാന്റെ പള്ളിക്കൊക്കെ വരുന്ന ആളാണല്ലോ. അയാൾ കാലിന് പ്രയാസം ഉണ്ടായതുകൊണ്ട് ഇക്കാര്യം വരാതെക്കണ് മുമ്പ് വന്നീന ആളാണല്ലോ. അയാളുടെ മക്കളൊക്കെ നമ്മുടെ മദ്രസയിലും ദീനിലൊക്കെ പഠിച്ച മനുഷ്യനാണല്ലോ. അയാൾ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഖുർആനൊക്കെ ഓതുന്ന മനുഷ്യനാണല്ലോ. ആ സഹോദരി ക്ലാസുകൾക്കൊക്കെ വരുന്ന ആളാണല്ലോ. ദിക്റുകളും ദുആകളൊക്കെ ചൊല്ലുന്ന ആളാണല്ലോ. ഇതുമ്മ ഞാൻ നിൽക്കും, ബാക്കി നമുക്ക് ഞാൻ പോകൂല. അതുകൊണ്ടാണ് എനിക്ക് പടച്ചോനെ കണ്ടുമുട്ടാൻ ഒരു സന്തോഷവും സമാധാനം തോന്നുന്നത്. ഇതാണ് ഒരു വിശ്വാസിന്റെ കൽബ്. നമ്മൾ നമ്മളെ പറ്റി ആലോചിക്കേണ്ടത് അതാണ്. നമ്മളെ പറ്റി ആലോചിക്കേണ്ടത് നമ്മുടെ കൂടെയുള്ള ആളുകളെ കുറിച്ച്, നമ്മുടെ കുടുംബാകാം, കൂട്ടുകാരാകാം, അയലോക്കക്കാരാകാം, മഹലിലാകാം, ഇതര ആദർശ ബന്ധുക്കളൊക്കെ ആകാം. നമുക്ക് അവരെ പറ്റി നമ്മുടെ മനസ്സിലുള്ളത് എന്താണ്? എന്താ മനസ്സിലുള്ളത്? നിസ്കരിച്ചാലും മൂപ്പരിങ്ങനെയാണ്. ആ മനസ്സ് നമ്മളതല്ല, മുഅ്മിനിന്റെ മനസ്സല്ല. അയാൾ ഉമ്മാനും ബാപ്പാനും നോക്കിയിട്ട് എന്താ കാര്യം, ഇന്നത് ചെയ്യണ്ടല്ലോ. ആ കൽബ് ഉമ്മമാരെ ബാപ്പാരെ നമ്മളുടേതല്ല. അത് മുഅ്മിനിന്റെ ഹൃദയമേ അല്ല. മുഅ്മിനിന്റെ ഹൃദയം എന്താ അറിയോ? അയാൾ ഇന്നത് ചെയ്യുന്നവനാണല്ലോ, അതുകൊണ്ട് അയാൾക്ക് അല്ലാഹു സ്വർഗം കൊടുക്കും. അയാൾ ദിക്റുകൾ ചൊല്ലുന്ന ആളാണല്ലോ, അയാൾക്ക് അല്ലാഹു സ്വർഗം കൊടുക്കും ഇൻഷാ അല്ലാഹ്. അല്ലാതെ എന്തല്ലറിയോ, അയാൾ എന്താ കുറെ നിസ്കരിച്ചിട്ട് അയാൾ ഇന്നത് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന ഹൃദയം മുസ്ലിമിന്റെ ഹൃദയമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ
ഇത് സഹാബാക്കളിൽ നമ്മളീ പഠിപ്പിക്കുന്ന ചില രംഗുണ്ട്. എത്ര സുന്ദരമാണ് സത്യത്തിൽ അള്ളാന്റെ ദീൻ എന്ന് മനസ്സിലാക്കുക. മായിസ് റളിയല്ലാഹുവിന്റെ ചരിത്രം നമുക്കറിയാം, എല്ലാവർക്കും ഉള്ള സംഭവമാണ്. മായിസ് റളിയല്ലാഹുവിന്റെ സഹാബിയാണ്. വ്യഭിചരിച്ചു പോയി. ആരും വന്ന് പറഞ്ഞല്ല. മായിസ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയെ ഞാൻ വ്യഭിചരിച്ചു. നിങ്ങളൊന്ന് ആലോചിക്കണം, വ്യഭിചരിച്ചു പറഞ്ഞ ഇസ്ലാമിക ഭരണകൂടമുള്ള ഒരു സ്ഥലത്ത് നബി ഭരണാധികാരിയാണ്. വ്യഭിചരിച്ചു എന്ന് നേർക്കുനേരെ ഒരാൾ വന്ന് പറഞ്ഞാൽ തെളിവായി, പിന്നെ സാക്ഷിയൊന്നും വേണ്ട, ശിക്ഷ നടപ്പിലാക്കുകയാണ്. പ്രവാചക സന്ദേശം ആദ്യം പറഞ്ഞ വാക്കെന്തറിയോ? കേൾക്കാത്ത മാതിരി നബി നിന്നു. ഞാൻ വ്യഭിചരിച്ചു പറഞ്ഞപ്പോഴേ കേൾക്കാത്ത മാതിരി നബി നിന്നു. നബി മൈൻഡ് ചെയ്തില്ല. മായിസ് പറഞ്ഞു പോയിക്കോട്ടെ, ഞാൻ കേൾക്കാത്ത പോലെ നിന്നോട്ടെ, വായിസിനെ പറ്റിന്റെ മുന്നിൽ വന്നു, നബിയെ ഞാൻ വ്യഭിചരിച്ചു. പ്രവാചകൻ 3 വട്ടം മൈൻഡ് ചെയ്തില്ല. ലാസ്റ്റ് 3ാമത്തെ 4ാമത്തെ വട്ടം പ്രവാചകന്റെ വാക്ക് കേൾക്കണം. നമ്മള് പ്രവാചകന്റെ വാക്കെന്നറിയോ? ലഅല്ലക ഖബ്ബൽത് ഔ ഗമ്മർത് ഔ നദർ. എടാ മായിസേ, ചിലപ്പോ എന്താ തൊട്ടിട്ടുണ്ടാവുള്ളൂ, ചിലപ്പോ കണ്ണുകൊണ്ട് ആക്ഷൻ കാട്ടിയിട്ടുണ്ടാവുള്ളൂ, ചിലപ്പം ഉമ്മ വെച്ചിട്ടുണ്ടാവുള്ളൂ. പോയിക്കോ മായിസേ, ഞാൻ ചെയ്തിട്ടുണ്ടാവില്ല. മായിസ് റളിയല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യോ പിടിച്ചു പറഞ്ഞു, അല്ല നബിയെ, ഞാൻ ശാരീരികമായി ബന്ധപ്പെട്ട് ശിക്ഷിക്കണം. അപ്പഴാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശിക്ഷക്ക് വീണ്ടും മായിസ് ചെയ്തിട്ടില്ല, പോയിക്കോ. നബിയെ ഞാൻ ചെയ്തിക്കണ്. പ്രവാചകൻ പറഞ്ഞ വാക്കെന്നറിയോ? മായിസ് അത് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കണില്ല, മായിസ് അത് ചെയ്യൂല. അവസാനം മായിസ് റളിയല്ലാഹുവിന്റെ ശിക്ഷ നടപ്പിലാക്കിയപ്പം ചില സഹാബാക്കൾ സ്വാഭാവികമായിട്ട് വ്യഭിചാരവുമായി ബന്ധപ്പെട്ടാണല്ലോ, അദ്ദേഹം എന്നാലും ഇങ്ങനെ ചെയ്തല്ലോ. റസൂലിന്റെ വാക്കെന്നറിയോ? മായിസിന്റെ തൗബ മദീനയിലെ 70 ആളുകൾക്ക് പടച്ചോൻ വീതം വെച്ച തൗബക്ക് സമാനമാണ് മായിസ് റളിയല്ലാഹു അൻഹു ചെയ്ത ആ ഒരൊറ്റ തൗബ. അപ്പോഴും നബി സഹാബാക്കളുടെ മനസ്സിൽ എന്താ ഉണ്ടാക്കിയറിയോ? വ്യഭിചരിച്ച് തൗബ ചെയ്തവൻ നിങ്ങളെക്കാളും ശ്രേഷ്ഠനാണ് കൂട്ടരെ. അങ്ങനെ ചിന്തിക്കാനുള്ള ഹൃദയം മുഅ്മിനിനുണ്ടാകണം. ആ കൽബ നമ്മളുണ്ടാണ്ടി. ആ കൽബാണ് നമ്മുടെ സംസാരം പോലെ. എന്നാലും മൂപ്പര് വ്യഭിചരിച്ചല്ലോ എന്നുള്ളണ്ടല്ലോ, അത് ദീനിക്ക് കടക്കണീന് മുന്നേ മുറിച്ചു മാറ്റേണ്ട സ്വഭാവമാണ്. ദീനിക്ക് കടക്കണീന് മുന്നേ മുറിച്ചു മാറ്റേണ്ടതാണ്. ദീനിലുണ്ടെങ്കിൽ പുറത്തേക്ക് തള്ളേണ്ട സ്വഭാവമാണത്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ മായിസ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ മുന്നിൽ പശ്ചാത്തപിച്ചില്ലേ? നിങ്ങൾ 70 ആളുകൾ തൗബ ചെയ്യുന്നതിന് സമാനമാണ് മായിസ്. അങ്ങനെയാണ് നിങ്ങൾ മനസ്സിൽ കരുതേണ്ടത്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സഹാബി, അദ്ദേഹത്തിന് കണ്ണിന്റെ കാഴ്ച ഇങ്ങനെ കുറഞ്ഞു തുടങ്ങി. ഉത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കണ്ണിന്റെ കാഴ്ച ഇങ്ങനെ കുറഞ്ഞു തുടങ്ങി. അപ്പൊ അദ്ദേഹത്തിന് ജമാഅത്തിന് വരാൻ കഴിയില്ല, ആരുമില്ല. അപ്പൊ അദ്ദേഹം നബിയോട് ചോദിച്ചു, നബിയെ എന്റെ വീട്ടിൽ ചെറിയൊരു ഈ സ്ഥിരം പോകാൻ കഴിയാത്തോണ്ട് വീട്ടിൽ ചെറിയൊരു റൂം പള്ളിയാക്കി തരുമോ? പ്രവാചകൻ അദ്ദേഹത്തിന്റെ ശാരീരികമായ പ്രയാസം പരിഗണിച്ചായിക്കോട്ടെ. അപ്പൊ അദ്ദേഹം നബിനെ വിളിക്കാട്ടോ. അന്നത്തെ ഒരു സംഗതിയാണ്, അവർക്ക് നബിയോടുള്ള ഇഷ്ടമാണ്. നബി നിങ്ങൾ വന്നിട്ട് ആദ്യം നിസ്കരിച്ചു തരും. ഒന്നുമില്ല, എനിക്ക് നബി നിസ്കരിച്ചോടത്ത് പിന്നെ നിസ്കരിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. അപ്പൊ പ്രവാചകൻ ആയിക്കോട്ടെ വരാന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് അദ്ദേഹം നബിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഈ റൂമിൽ എനിക്ക് ജമാഅത്തിൽ പോകാൻ കഴിയാത്ത രോഗം മൂർച്ഛിക്കുമ്പോഴും പറ്റ കാണാതാകുമ്പോഴും ഈ റൂം നിസ്കരിക്കാൻ നബി അനുവാദം നൽകിക്കണ്. അവിടെ നിസ്കരിക്കാൻ വേണ്ടി നബി വരുന്നുണ്ടെന്ന് എല്ലാരോടും പറഞ്ഞു, അയൽവക്കക്കാരോടൊക്കെ. എല്ലാ മുഅ്മിനുകളും നബി വരല്ലേ, എല്ലാവരും വന്നു. ആ കൂട്ടത്തിൽ മാലിക് ഇബ്നു ദുഖശം എന്ന് പറയുന്ന സഹാബി ഉണ്ട്, തൊട്ടടുത്താണ്. അദ്ദേഹം മാത്രം വന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കണക്ക് പ്രകാരം പറയാൻ അവിടെ 50 സഹാബാക്കളുണ്ട്. 49 സഹാബികളും നബി വന്നപ്പോ വന്നു, 50ാമത്തെ ആള് വന്നില്ല. അപ്പൊ ഇങ്ങനെ കൂടി നോക്കുമ്പോ ഇദ്ദേഹം മാത്രം വന്നിട്ടില്ല. പിന്നെ പുറത്തുപോലെ അങ്ങാടി കൂടെ നടന്നു നോക്കുമ്പോണ്ട് ഇദ്ദേഹം മുനാഫിക്കുകളുടെ നേതാവിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നബി പങ്കെടുക്കുന്ന ചടങ്ങിൽ വന്നത് മാത്രമല്ല, വീടിന്റെ തൊട്ടടുത്തായിട്ട് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഇസ്ലാമിന്റെ ശത്രുക്കളോട് അങ്ങാടിയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, ഓനെ അള്ളാഹ് ഖുർആനിൽ ആയത്തിറക്കിയ മുനാഫിക്കുകളുടെ കൂട്ടത്തിൽ പെട്ടുകണോ? നമ്മളപ്പോ ഇങ്ങനെ നിൽക്കാന്നുള്ളൂ, കൽബ് നിഫാഖാണ് തോന്നുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ സഹാബാക്കളോട് പറഞ്ഞ വാക്കെന്തറിയോ? ആ ഹൃദയവുമായിട്ട് ഈ ദീന് നിൽക്കാൻ പാടില്ല, ആ നാവുമായിട്ട് ഈ ദീന് നിൽക്കാൻ പാടില്ല. ഇന്നഹു ആമന ബില്ലാഹി വറസൂലി, അദ്ദേഹം നിങ്ങളുടെ കൂട്ടുകാരൻ എന്റെ മുന്നിൽ നിന്ന് തൗഹീദ് പ്രഖ്യാപിച്ചവനാണ്. അവന്റെ തൗഹീദ് ഇല്ല എന്ന് പറയാൻ, അവന്റെ ദീനില്ല എന്ന് പറയാൻ, അവന്റെ ഹൃദയത്തിൽ കപടതുണ്ടെന്ന് പറയാൻ നിങ്ങളാരാ നബിയോ? നിങ്ങളാരാ അള്ളേ? നിങ്ങളാരാ അവന്റെ സ്വർഗവും നരകവും തീരുമാനിക്കാൻ? അത് പറയാൻ നിങ്ങൾക്ക് ആരാ അധികാരം തന്നത്? ഈ ദീനുണ്ടല്ലോ, ഈ ദീൻ നമ്മളെ ഓരോ പ്രസ്ഥാനത്തിലെയും പള്ളിയിലെയും വീട്ടിലെയും മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായാൽ ഈ കാണുന്ന കച്ചറയിൽ മുക്കാഭാഗം തീരും.
അവിടേക്ക് നമ്മുടെ ഹൃദയത്തെ ഖുത്ബയിലൂടെ, ആയത്തിലൂടെ, ഹദീസിലൂടെ എത്തിക്കുക എന്നുള്ള പ്രധാനം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞ സ്വഭാവത്തിന്റെ ഒരു ഗുണം എന്താ അറിയോ? സ്വഭാവത്തിന്റെ ഗുണം പ്രവാചകൻ പറയാൻ, ഇദാ ബലഗക അൻ അഖീക ശൈഅൻ. നമ്മൾക്ക് നമ്മുടെ ഒരു ചങ്ങാനെ പറ്റി ഒരു മോശം വാർത്ത കേട്ടു. ആ വാക്ക് ഇങ്ങനെയാണ്, തക്റഹു. അയാള് മോശാന്ന് കേട്ടു, നമ്മളെ പറ്റി അയാളെ പറ്റി നല്ലതാണ്, അവൻ ആരായിക്കോട്ടെ മോശാണെന്നുള്ളൊരു വാക്ക് കേട്ടു. നബി പറയട്ടോ, ബാക്കിയുള്ളവരൊക്കെ പറയും മോശാണില്ല. അപ്പൊ അതിന് ഫേസ്ബുക്കിലിടും, നമ്മൾ വിചാരിച്ച ആളല്ല കേട്ടോ, അയാൾ ഇത്രയും കാലം പറ്റിക്കയായിരുന്നു കേട്ടോ, പുറമേ മേനിലടിച്ചിരുന്ന ആള് ഹൃദയം കറുപ്പായിരുന്നു കേട്ടോ, ഫോട്ടോ വെച്ചോണ്ട് അപ്പോഴേക്കും കുറെ ആൾക്കാർ വിടും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വിട്ടോട്ടെ, അവനൊന്നും പരലോകണ്ട് സ്വർഗണ്ട് വിശ്വസിക്കണമല്ല, റീച്ച് ഇട്ടാൻ വേണ്ടിയിട്ടും അങ്ങാടിന് നടക്കുന്നാണ്ട് പുതിയൊരു വാർത്ത കേൾക്കുമ്പോൾ എല്ലാവരും റൗണ്ട് വിടുമ്പോൾ അവനൊരാളാകലുണ്ടല്ലോ, അതിനു വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. സോഷ്യൽ മീഡിയയിൽ അങ്ങനെ റീച്ച് ആകണോലും അങ്ങാടിയിൽ നിന്നിട്ട് റീച്ച് ആകണോലും ഒക്കെ ഉണ്ട്. കള്ളവാർത്തകളും ഉള്ള വാർത്തകൾ പൊലിപ്പിച്ചിട്ടും ചെറിയ വാർത്തകൾ പെരുപ്പിച്ചിട്ടും ആളാകാൻ നിൽക്കുന്ന ആൾക്കാർ, അതിന് നിങ്ങൾ പെടരുത്. റസൂലുള്ളാഹിന്റെ വാക്കെന്തറിയോ? ഫൽതമിസ്ലഹു അൽ ഉദ്റു ജുഹദക്. അയാൾ ഇങ്ങനെ ചെയ്തു, അവൻ ഇങ്ങനെ ചെയ്തു എന്ന് കേൾക്കുമ്പോൾ നീ നിന്റെ മനസ്സിൽ, വിശ്വാസിനോടാണ് പറഞ്ഞത്, നീ നിന്റെ മനസ്സിൽ അതിനൊരു കാരണം നീ കണ്ടെത്തണം. അയാൾ ചിലപ്പോ എടങ്ങേറായിട്ട് ചെയ്തത് ഇക്കാരം എന്നുള്ളിടത്ത് നീ എത്തണം. അയാളെ പറ്റി പറഞ്ഞുണ്ടാക്കുന്നത് ഇക്കാരം എന്നുള്ളതേക്ക് നീ എത്തണം. അവൾ അങ്ങനെ ചെയ്യൂല, അത് ഞാൻ കേട്ടോടുത്ത് പഴച്ചത് ഇക്കാരം എന്നുള്ളിടത്ത് നീ എത്തണം. ഫഇല്ലം തജിദ് ലഹു ഉദ്റൻ, ഞങ്ങൾക്ക് അങ്ങനെ പറയാനൊരു ഉദ്ർ കിട്ടണില്ലെങ്കിൽ ഫഖുൽ ഫീ നഫ്സിക്, നീ നിന്റെ മനസ്സിനോട് പറയണം, ലഅല്ല ലിഅഖി ഉദ്റൻ ലാ അലമുഹു, ഒരു കാരണം ഉണ്ടാവുമോനെ ചെയ്യാൻ. ഓൻ അങ്ങനെ പലിശക്ക് പൈസ എടുത്തുക്കണോ ചെയ്യാൻ പാടില്ല, പക്ഷെ ഓനെ കാരണം ഉണ്ടാവുകരം. എനിക്കറിയില്ല, അള്ളാഹു അവനും തമ്മിൽ ചിലപ്പം ഇടപാടുണ്ടാവും, ഓൻ അങ്ങനെ ഒരു ബന്ധമുണ്ട് എന്നാണ് കേൾക്കുന്നത്. ഉണ്ടാവില്ല, ഞങ്ങൾ സംഗതി ഉണ്ടോ? ചിലപ്പോ അതൊന്നും ഉണ്ടാവില്ല, കേട്ടോടുത്ത് പഴച്ചതേക്കാരം. പടച്ചോൻ അവരും നമ്മൾ സംഗതിയല്ലേ, എന്താ ഞാനല്ലേ ബേജാറാണത്? പടച്ചോനെ എന്റെ മനസ്സിലോ നല്ലോനാണ്, നല്ലോൻ തന്നെയാണ് എന്ന് നിങ്ങൾ നിങ്ങളെ ഹൃദയത്തിനെ മാറ്റിയെടുക്കണം. നിങ്ങൾ ഇങ്ങനെ ആകാൻ നമ്മളോട് അള്ളി റസൂലും പറഞ്ഞിട്ട് ഞാനടക്കട നമ്മൾ നിൽക്കുന്ന ഒരു സ്റ്റേജ് എന്താ പറയുക? നിങ്ങളെ നന്മയെ 10,000 വട്ടം പറഞ്ഞാൽ നമ്മൾ നെഗറ്റീവാ പറയാം. നന്മയെ, തിന്മനെ ഒരൊറ്റ വട്ടം പറഞ്ഞാൽ മതി. തിന്മനെ ഒരാളുടെ എടാ അയാൾ ഇങ്ങനെ ചെയ്തു, ഒറ്റ വാക്കോനായിട്ടോ. ഏത് പള്ളിക്കൊക്കെ ഇത്രയും കാലം വരുന്ന ഇന്നാളോ 35 കൊല്ലം നിസ്കരിച്ചു. എനിക്ക് പണ്ടേ അറിയാം മൂപ്പര നടത്തം ചെയ്യലും കാണുമ്പോ തന്നെ അവസാനം കൊണ്ട് ഇങ്ങനെ എത്തുള്ളൂ. ഒരു വാചക കേൾക്കുക, 35 കൊല്ലം നിസ്കരിച്ച ഒരു മനുഷ്യനെ പറ്റി കള്ളനാണ് എന്ന് പറയാൻ ഒറ്റ വാക്ക് കേട്ടാ മതി. ഒറ്റ വാക്ക്, ഒരു വാക്ക്. ഓള് മാപ്പിളിനോട് തെറ്റിക്കണ്, എന്തായാലും കുറെ മഫ്തിയിട്ട് ക്ലാസും സംഘടനയും പള്ളി എന്തേനോടൊക്കെ ഇത്തിക്കാഫ്. ഭർത്താവിനോട് തെറ്റിയോ അറിയില്ല, കേട്ടതാണ്. അപ്പോഴേക്കും ശൈത്താനിയെ തുടർന്നു, ദീനുമെന്ന് പോയി ശൈത്താനിയെത്തുന്നു. ഒറ്റ വാക്കുമ്മേ, ഒരു വാട്സപ്പ് മെസ്സേജുമ്മേ, ഒരു വോയിസുമ്മേ, രണ്ടിലിട്ട് കേൾക്കുന്ന വോയിസുമ്മേ നമ്മുടെ ജീവിതത്തിൽ മുഅ്മിനുകളെ പറ്റി തെറ്റായ ധാരണ, കട്ടല്ലോ, വ്യഭിചരിച്ചല്ലോ, പൊക്കിയല്ലോ, കുടുംബം സീൽ വെച്ചല്ലോ, നാട്ടിന്ന് പുറത്താക്കിയാലോ. എത്ര പെട്ടെന്ന് ആ കൂട്ടര് 10-25 കൊല്ലം മുഅ്മിനായി ജീവിച്ച ഒരു മനുഷ്യനെ നമ്മുടെ നാവുകൊണ്ടും നമ്മുടെ കൽബോണ്ടും നമ്മുടെ ടൈപ്പിംഗ് കൊണ്ടും ഈ ലോകത്ത് വഷളാക്കുന്നത്. ഇങ്ങോട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവും നമ്മൾ പറഞ്ഞ തെറ്റ്. അപ്പോഴേക്കും ചില മനുഷ്യന്മാർ മരിച്ചു പോയിട്ടുണ്ടാവും. ഇത് അനുഭവം കൊണ്ടാ പറയണത്. അനുഭവം. നിങ്ങൾ ഹജ്ജിനും ഉംറക്കും പോണ മനുഷ്യന്മാര് കരയുന്ന പല രംഗങ്ങൾ നമ്മൾ പറയല്ലേ. ഒന്നെന്താ അറിയോ? ചില മനുഷ്യന്മാരെ പോയിട്ട് നാവുകൊണ്ട് ഇങ്ങനെ കേട്ടത് പറഞ്ഞു. അയാള് കമ്മിറ്റിന്ന് കുറെ പൈസ മുക്കിക്കണ്. അയാള് മറ്റാളെ സൈഡാക്കിയിട്ടാണ് മോൾക്ക് എത്തിയത്. അയാളെ വാപ്പാനിമാനും നല്ലപോലെ നോക്കാതെയാണ് ഗൾഫ് പോയത്. അയാളെ പെണ്ണുങ്ങളെ പട്ടിണിക്കിട്ടിട്ടാണ് ഇങ്ങനെ പറഞ്ഞു. അവസാനം ഇയാൾ മരിച്ചു. ആരെ മേലാണ് ആരോപണം? മരിച്ച 1-2 കൊല്ലം കഴിഞ്ഞിട്ടാണ് അയാളുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടത്, മക്കളായിട്ട് ബന്ധപ്പെട്ടത്. നിങ്ങളെ വാപ്പ ഞങ്ങളെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടം ഞങ്ങളെ വാപ്പാനെ. അല്ല, നിങ്ങളെ വാപ്പങ്ങൾ നല്ലപോലെ നോക്കില്ല. ആരാങ്ങളോട് പറഞ്ഞ്? ഇമ്മാനെ ഇവിടെ ഇട്ടാണ്ടാണ് ഗൾഫ്. ആരാങ്ങളോട് പറഞ്ഞ്? ബാപ്പ 10-14 കൊല്ലം 15 കൊല്ലം ഗൾഫിൽ പോയിട്ട് അധ്വാനിച്ച് വേർപ്പോട് കൂടി ഉണ്ടാക്കിയ പെരിയിൽ താമസിക്കണ ഞങ്ങളോട് ഞങ്ങളെ വാപ്പ ഞങ്ങൾ നോക്കിയില്ലാന്നോ? ബാപ്പാന്റെ അമ്മാക്കും വാപ്പാക്കും വേണ്ടി ഓരോ മാസവും ശമ്പളം അയക്കണീന്ന് ആശുപത്രി കൊണ്ടോണം, മരുന്ന് വാങ്ങിക്കൊടുക്കണം അവിടുന്ന് പറയുകയും എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോഴേക്കും ടിക്കറ്റിന്റെ പൈസ നോക്കാതെ നാട്ടിക്ക് വരും ചെയ്യുന്ന എന്റെ വാപ്പാനെ പറ്റി നിങ്ങൾ ആരാന്ന് പറഞ്ഞ്. അപ്പോഴേക്കും സൗങ്ങളെ കേട്ട് നമ്മുടെ നാവുകൊണ്ട് പലരോടും പറഞ്ഞ ആളുകൾ മരിച്ചുപോയിട്ടുണ്ടാവും.
കഅബാലയത്തിങ്കിൽ പോയിട്ട് പടച്ചോനെ വിളിച്ച് കരയണ മനുഷ്യന്മാരുണ്ട്. പടച്ചോനെ ഞങ്ങൾ പലരെയും പറ്റി പലതും പറഞ്ഞു, കേട്ടടിസ്ഥാനത്ത് പറഞ്ഞതാണ്. ഇന്നത് തിരുത്തിയപ്പോഴേക്കും ആരെ മേലാണോ ആരെപ്പറ്റിയാണോ പറഞ്ഞത് ഓല് ഖബറിലേക്ക് പോയി. ഇതുണ്ടാകരുത്, നമുക്ക് ഇതുണ്ടാകരുത്. നന്മ കേൾക്കാൻ ഇഷ്ടമല്ല, അതാ വിഷയം. നന്മ ഉണ്ടല്ലോ. ഇപ്പൊ 30 കൊല്ലം നിസ്കരിച്ച ഒരാണിനെ പറ്റി ഒരു പെണ്ണെ പറ്റി തിന്മ കേൾക്കുമ്പോ ഒത്തിരി സെക്കൻഡോടല്ലോ നന്മ. എടാ നമ്മളെ പള്ളിന്റെ തൊട്ടപ്പുറത്തുള്ള ഓൻ പള്ളിക്കൊക്കെ വന്നു. ഓനോ മിക്കവാറും അവന്റെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടാവും. ഫസ്റ്റ് വർത്താനേകാരം എന്താ അറിയോ? അപ്പൊ ഇനിയിപ്പോ കല്യാണ അന്വേഷണൊക്കെ വരുമ്പോ പള്ളിയേറ്റ് വന്നിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടി. അല്ലെങ്കിൽ പിന്നെ ഗൾഫ് പോക്കുണ്ടാവും, കാരണം നിലംവിട്ട പോക്കാണല്ലോ. അപ്പൊ പിന്നെ പള്ളിയേറ്റ് ബന്ധമാണല്ലോ. ഒരിക്കൽ പോലും ഒരു നന്മയ അൽഹംദുലില്ലാ എടാ ഓനൊക്കെ വന്നോ, പടച്ചോ നിലനിർത്തട്ടെ ആമീൻ. നമ്മളൊരു കാലത്തൊക്കെ ഇങ്ങനെ ജീവിച്ച മനുഷ്യന്മാരാണല്ലോ. നമ്മളും പള്ളിയും ദീനൊക്കെ വന്നപ്പോ പടച്ചോ നിലനിർത്തട്ടെ, അതിന്റെ മുന്നൊന്നും മരിച്ചുപോലും. ഒരു വാചകം എത്ര ശതമാനം നിസ്കരിക്കണം നമ്മൾ പറയും, എത്ര ശതമാനം. ആ പെൺകുട്ടി മഫ്തട്ട് എന്നാ ചിലപ്പം പ്രേമിച്ച് ചങ്ങായി പറഞ്ഞിട്ടുണ്ടാവും. രണ്ടാമത്തെ വാക്കാണ്, രണ്ടാമത്തെ ഒരു നന്മയ്ക്ക് നമ്മുടെ നാവ് കൊണ്ടുവരുന്ന ഒന്നാമത്തെ വാക്കാണിത്. സഹോദരങ്ങളെ, ഇവിടുന്ന് മാറണം. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹുസ്നുൽ വന്നി മിൻ ഹുസ്നിൽ ഇബാദ, ആളുകളെ കുറിച്ച് നല്ലത് വിചാരിക്കൽ പുണ്യാണ് കൂട്ടരെ, പുണ്യാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ നിങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ ചൂടാകരുത്. എന്താണ്? നമ്മൾ ഇന്നാളുണ്ടല്ലോ, അയാള് ലഹരി കുടിക്കണത് ഞാൻ കണ്ടുവാണ്. ഉമർ അള്ളാഹു ഒറ്റ വാക്ക പറഞ്ഞു, ഒറ്റ വാക്ക്. അയാൾ നിസ്കരിക്കണത് കണ്ടുകണോ? എത്ര കൊല്ലം കണ്ടുകണോ? 1 കൊല്ല അല്ല, 2 കൊല്ല അല്ല, 3 കൊല്ല, 30 കൊല്ലം, 20 കൊല്ലം, 10 കൊല്ലം നിസ്കരിക്കണില്ലേ? അയലോക്കത്ത്, കുടുംബത്തിൽ, ചങ്ങായിമാരോട് അയാൾ നിസ്കരിക്കുന്ന ഒരു നല്ല മനുഷ്യനാന്ന് എത്ര ആളോട് പറഞ്ഞിട്ടില്ല. അയാളുടെ ഒരു തെറ്റ് ഈ കണ്ടു, ഒന്നാമത്തെ ഖലീഫന്റെ അടുക്കലേക്ക് വന്നു, അടുത്ത എത്ര ആളോട് പറയും? ഒരു തിന്മ 10 ആളോട് പറയും, ഒരു നന്മ 10 കൊല്ലം ചെയ്താലും പറയില്ല. ഈ ഹൃദയം മാറണട്ടോ. അവനെ തിരുത്താനാണെങ്കിൽ ശാന്തമായി സ്വകാര്യമായി ആ തെറ്റ് ബോധ്യപ്പെടുത്തി കൊടുക്കുക. നാട്ടിലത്തെ മുഴുവൻ മനുഷ്യന്മാരും ഈ പറഞ്ഞ അവിടെ ഹൃദയം കൂടി മലിനമാക്കണ ചിന്ത ഒഴിവാക്കണം കേട്ടോ. സഹോദരങ്ങളെ, ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു സംഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. നമുക്ക് ഈ വിഷയത്തിന്റെ മർമ്മം പറ്റുമെങ്കിൽ വിശാലമായിട്ട് ആ സംഭവം ഖുർആന്റെ ആയത്ത് മാത്രം നമുക്ക് 1-2 ഖുത്ബ പറയാനുണ്ട്. ഒറ്റ വാചകത്തിൽ ഒതുക്കുകയാണ്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ചുള്ള അപവാദ പ്രചരണം നമുക്ക് എല്ലാവർക്കും അറിയാം. ബനു മുസ്തലഖ് യുദ്ധം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പം ആയിഷ നമ്മുടെ അമ്മാന്റെ മാല നഷ്ടമായപ്പോ പല്ലക്കിൽ നിന്ന് മാലെടുക്കാൻ വേണ്ടി പോയി. ആയിഷ ബീബി പോയതറിയാതെ സമയം കഴിഞ്ഞപ്പോ എല്ലാരും കൂടി പല്ലക്കും വഹിച്ചു പോയി. വളരെ ഭാരം കുഴഞ്ഞ ആയിഷ റളിയല്ലാഹു അൻഹ പല്ലക്കിൽ ഉണ്ടാകുന്ന വിചാരിച്ചത്. എല്ലാവരും പോയി. മാല തിരഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും അവിടെ ഉണ്ടായ മുഴുവൻ മുസ്ലിം സൈന്യവും പോയി. ആയിഷ റളിയല്ലാഹു അൻഹ മരുഭൂമിയിൽ ഒറ്റക്ക്, ബാക്കിയുള്ളവർ മദീനത്തേക്ക് പോയി. ഏതൊരു യുദ്ധത്തിന്റെ ഭാഗത്തിലും അവസാനം യുദ്ധ സൈന്യത്തിന്റെ പിന്നിൽ നഷ്ടപ്പെട്ട സാധനങ്ങൾ എടുക്കാൻ വേണ്ടി ഓരോരുത്തരെയും വിടാറുണ്ട്. ആ കൂട്ടത്തിൽ വിട്ട സഹാബി അദ്ദേഹം സഫ്വാൻ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ കുറെ കഴിഞ്ഞിട്ട് വന്ന് നോക്കുമ്പോണ്ട് ഉമ്മ ഒറ്റക്ക് നിൽക്കണ്. എന്റെ ഉമ്മ അവിടെ വെച്ചു. സംഗതി പറഞ്ഞു, ആയിക്കോട്ടെ. ഒട്ടകപ്പുറത്ത് ഉമ്മനെ കയറ്റി. ശരിക്കും ശ്രദ്ധിക്കണം, ഒട്ടകപ്പുറത്ത് ഉമ്മാനെ കയറ്റി ഒട്ടകത്തിന്റെ കടിഞ്ഞാണും പിടിച്ച് മദീന വരെ സഫ്വാൻ റളിയല്ലാഹു അൻഹു നടന്നു. മദീനത്തേക്ക് എത്തിയപ്പോഴേക്കും ആയിഷ റളിയല്ലാഹു അൻഹ അല്ല എന്നുള്ളവരെങ്ങനെ പ്രചരിച്ചു. കിട്ടിയ ഗ്യാപ്പിൽ മുനാഫിക്കാൾ ഇങ്ങനെ നോക്കുന്നു. ആര്? കപട വിശ്വാസികൾ. ആര്? മുനാഫിക്കാള്. പല വാക്കിന് ഖുർആൻ പറയുന്നുണ്ട്. ഒരിങ്ങനെ നോക്കിങ്ങനെ നിൽക്കുമ്പോണ്ട് കുറച്ച് കഴിഞ്ഞപ്പോ എല്ലാവരും അടിക്കും. സഫ്വാൻ റളിയല്ലാഹു അൻഹു ഒട്ടകത്തിന്റെ കടിഞ്ഞാൺ, മൂക്ക് കയറ് കടിഞ്ഞാണ് പിടിച്ച് ഉമ്മാൻ ഒട്ടകത്തിന്റെ പുറത്ത് കയറ്റി ഇങ്ങനെ വരുന്നു. മുനാഫിക്കയുടെ നേതാവ് ഒന്നാമത്തത്. എന്നാലും സഫ്വാനും നബിന്റെ പെണ്ണുങ്ങൾ ഇങ്ങനത്തെ ഒരു ബന്ധം ഉണ്ടായത് എന്തുകൊണ്ടാണ് നമ്മളാരും അറിയാഞ്ഞത്? നമ്മളെ വാക്കിൽ എന്താ പറയോ? മൗലവി ഞാൻ കണ്ണോണ്ട് കണ്ടതാ. മുനാഫിക്കളെന്ന് അതേ വാക്ക പറഞ്ഞ് ഞങ്ങൾ കണ്ണോണ്ട് കണ്ടതാണ്, ഞങ്ങളെ കണ്ണോണ്ടാണ്. എന്നാലും സഫ്വാന് മുകളിൽ കയറിയിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ താഴത്ത് കൂടെ നടത്തിക്കേനി. അടുത്ത വാക്കാണ്. രണ്ട് ഭാഗത്ത് കൂടെ പോയാ മതി. ഇനി
ഇത് ഒരു മാസത്തോളം ഇസ്ലാമിക ലോകം സ്തംഭിച്ചു. ഖുർആന്റെ ആയത്ത് വിശദമായി പറഞ്ഞാട്ടോ, 2 ആയത്ത് മാത്രം. അള്ളാഹുവിന്റെ വാക്കാണ്. നമ്മളോട് ഏത് വ്യഭിചാര കഥയും, ഏത് കള്ളക്കഥയും, ഏത് പൈസ മുക്കിയ കഥയും, ഏത് നിങ്ങളെ കുടുംബത്തെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നുള്ള കഥ കേൾക്കുമ്പോഴും, ആരെ പറ്റി കേൾക്കുമ്പോഴും ഈ 2 ആയത്ത് ഓർത്താൽ മതി. മുഅ്മിനുകൾക്കുള്ള ആയത്താട്ടോ, നാട്ടാർക്കുള്ള ആയത്തല്ല. നാട്ടാരൊന്നും നിങ്ങൾ ചിന്തിക്കൂല. അള്ളാന്റെ ആയത്ത് ലൗലാ എന്താ അതിനർത്ഥം അറിയോ? എന്തുകൊണ്ട് കെലിമ ചൊല്ലിയവരെ നിങ്ങളായില്ല, എന്തുകൊണ്ട് കെലിമ ചൊല്ലിയവരെ നിങ്ങളായില്ല. ഇത് സമിഅ്തുമൂഹു, ആയിഷ ബീബിയും സഫ്വാനും തമ്മിൽ ബന്ധമുണ്ട് എന്ന് കേട്ടപ്പോൾ, വന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തി ബിഅൻഫുസിഹിം ഖൈറാ, നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളെ മനസ്സിൽ ഒരിക്കലും ഞങ്ങളും സഫ്വാനും അങ്ങനെ ഉണ്ടാകില്ല എന്നെന്തുകൊണ്ട് നിങ്ങൾ വിചാരിച്ചില്ല? മുഅ്മിൻ എന്താ വിചാരിക്കണ്ടറിയോ? ലോകത്തെന്ത് സംഭവിച്ചാലും മുഅ്മിനുകൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടാവില്ല എന്നെന്തുകൊണ്ട് നിങ്ങൾ വിചാരിച്ച? അള്ളാന്റെ ചോദ്യ, നിങ്ങൾ എന്തുകൊണ്ട് വിചാരിച്ചില്ല? വഖാലു, എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഉറക്കെ പറഞ്ഞില്ല? ഹാദാ ഇഫ്കുൻ മുബീൻ, ഈ പറയുന്നത് കള്ളത്തരാണ് എന്നെന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല? എന്താ വെച്ച്? വിശ്വാസികൾ നല്ലോരാണ്, ഓളത് ചെയ്യൂല എന്നെന്തുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ചില്ല? 2, ഇത് കള്ളത്തരാണ് നിങ്ങൾ പറയണത് എന്നെന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല? അടുത്ത ആയത്ത് എന്താ അറിയോ? വീണ്ടും വലൗല, എന്തേ മുഅ്മിനുകളെ നിങ്ങൾ ചെയ്യാഞ്ഞത്? ഇത് സമിഅ്തുമൂ, നിങ്ങൾ കേട്ടപ്പോ, ഖുൽതും മാ യകൂനു ലനാ അൻ നതകല്ലമ ബിഹാദാ, ഇങ്ങനത്തെ വർത്താനം ഞങ്ങളെ നാവുകൊണ്ട്, ദിക്റുള്ള ഞങ്ങളെ നാവുകൊണ്ട്, സുജൂദയുടെ ഈ നെറ്റിയുള്ള ഈ മുഖത്തിന്റെ നാവ് കൊണ്ട്, ഈ ശരീരത്തിലെ നാവുകൊണ്ട് ഞങ്ങൾക്ക് വർത്താനം പറയാൻ പറ്റൂല. നിങ്ങൾ പറഞ്ഞോളി. നിങ്ങൾ സോഷ്യൽ മീഡിയ കൂടെ വ്യഭിചാരക്കഥ, നാട്ടിൽ പുറത്ത് ആളെ കയ്യാമം വെച്ചപ്പോ എന്താ പോലീസ് കൊണ്ടുപോകുന്നു, പിന്നിലിതാ, നിങ്ങൾ റീച്ചിന് വേണ്ടി പറഞ്ഞോളി. ഞങ്ങൾ ചെയ്യൂല, ഞങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്, ഇടപാടുണ്ട്, പ്രസ്ഥാനമുണ്ട്, സംഘടനയുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ തോന്നിയാസം ഞങ്ങൾ ചെയ്യൂല. അള്ളാന്റെ വാക്കാണ്. എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല? നിങ്ങളെ നാവുകൊണ്ട് എന്ത് പറഞ്ഞില്ല? സുബ്ഹാനക് ഹാദാ ബുഹ്താനുൻ അദീം, പടച്ചോനെ ഇത് ലോകത്തെ ഏറ്റവും വലിയ തോന്നിയാസാണ് ഞങ്ങൾ അമ്മാനെ പറ്റി പറയണത് എന്ന് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല? ഇത് നമ്മളുള്ള ചോദ്യമാണ്. നമുക്കിങ്ങനെ കിട്ടൂലേ? മൗലവിയായി ചെയ്തു, ഇന്നാൾ ഇവിടെ ചെയ്തു, ഓലെ കുടുംബം ഇങ്ങനെ ചെയ്തു. ഞങ്ങളെ പറയണോലുണ്ടല്ലോ, പറയണോല് ഏതായാലും നരകത്ത് പോകാൻ വേണ്ടി തീരുമാനിച്ചോലാണ്. നമ്മളെ മനസ്സിൽ എല്ലാവരെ പറ്റി നല്ലില്ല, ആദ്യമായിട്ടാണ് മരിക്കുക. ഒരു കേടും ഇതിന് അവർ സംഭവിക്കൂല. നാട്ടാരാ പറയും, എന്താ അറിയോ? അങ്ങനെയൊക്കെ ജീവിച്ചാൽ അങ്ങനെ തന്നെ ജീവിക്കേണ്ടത്, അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ലൗല എന്ന് നമ്മോട് അള്ളാഹ് പറയാൻ കാരണം. നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിന്റെ കിതാബുൽ ഉമ്മിൽ ഒരു വരി കൂടി വായിക്കാം, അവസാനിപ്പിക്കാൻ. മൻ അഹബ്ബ, ആർക്കെങ്കിലും പൂതി ഉണ്ടെങ്കിൽ, ആഗ്രഹം ഉണ്ടെങ്കിൽ, നല്ല പര്യാവസാനം, പടച്ചോന്റെ അടുക്കലേക്ക് സുന്ദരമായി മരിച്ചു പോകാൻ, പടച്ചോന്റെ തൃപ്തിയോടുകൂടി മരിച്ചു പോകാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഫൽയുഹ്സിൻ അദ്ദന്നു ബിന്നാസ്, ജനങ്ങളെ പറ്റി നല്ലത് വിചാരിച്ച് ജീവിച്ചാൽ മതി. ഇബാദത്ത് അവിടെ ബാക്കിയുണ്ടാകും, സൽക്കർമ്മം അവിടെ ബാക്കിയുണ്ടാകും. നന്മ ചിന്തിച്ചത് വഴി ആയിരക്കണക്കിന് പുണ്യങ്ങൾ നമ്മൾ വിചാരിക്കാതെ നമ്മുടെ പരലോകത്തും ഉണ്ടാകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖുല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, ഇതിൽ ഒരു വിശാലമായി ഇനി 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒറ്റ കാര്യം കൂടി, നമ്മളോട് ആരെങ്കിലും ഈ ഒരു ഭാഗം മനസ്സിലാക്കണം. നമ്മളോട് ആരെങ്കിലും നമ്മൾ തെറ്റിദ്ധരിച്ചതോ അല്ലെങ്കിൽ നമ്മൾ കേട്ട സത്യസന്ധമായൊരു വാക്ക്, ഒരാൾ കട്ടു, ഉദാഹരണമായിട്ട് പറയാം, ഇന്ന ആള് കട്ടുക്കണ് എന്ന് നമ്മൾ കേട്ടു. അങ്ങനെ കേട്ടാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ അറിയോ? പറ്റുമെങ്കിൽ, നമുക്ക് ആക്സസ് ഉണ്ടെങ്കിൽ, വളരെ ശാന്തമായി എനിക്ക് നിങ്ങളൊരു കാര്യം ചോദിക്കാണ്ട്, നിങ്ങളെ പറ്റി ഞാൻ കേൾക്കണേ, ഞാൻ എന്താ വിശ്വസിക്കേണ്ടി? ഓക്കെ, അയാൾ പറഞ്ഞ നമ്മൾ വിശ്വസിച്ചാൽ കഴിഞ്ഞു. ഞാൻ എന്തിനാ പറയണത്? ചിലപ്പോൾ ഒരു യാഥാർത്ഥ്യമല്ലാത്തതുപോലെ ചിലർക്കെങ്കിലും തോന്നും. നമ്മുടെ ജീവിതത്തിൽ എത്രയോ കുടുംബങ്ങൾ കേട്ടോ, കുടുംബങ്ങൾ, വ്യക്തികൾ, സുഹൃത്തുക്കൾ, ചങ്ങാതിമാർ, ആദർശ ബന്ധുക്കൾ, ഇതരാദർശ ബന്ധുക്കൾ, ഞാൻ വിശ്വസിക്കുന്നത്, എന്റെ അനുഭവത്തിൽ പറയാണ്, മഹാഭൂരിപക്ഷവും തെറ്റിയതും പിണങ്ങിയതും ഛിന്ന ഭിന്നമായതും മിണ്ടാത്തതും സലാം പറയാത്തതിനും കാരണം തെറ്റല്ല, ഓൽക്കടിയിൽ തെറ്റുണ്ടായതല്ല, ഓൽക്കടിയിൽ തെറ്റിദ്ധാരണ ഉണ്ടായതാണ്. അതിന് ഏതെങ്കിലും ശൈത്താൻ മനുഷ്യരൂപത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവും.
ഓൻ അന്നെപ്പറ്റിയേ ഓളെന്നെപ്പറ്റി എന്നൊക്കെ പറഞ്ഞ കുറെ ഉണ്ടാവും, അതവിടെ കട്ടെ. ഇന്നും ഏട്ടൻ അഞ്ചനും സലാം പറയാത്തിന് കാരണം ഏട്ടൻ പറഞ്ഞത് അഞ്ചൻ കേട്ടിട്ടുണ്ടാവില്ല. അന്നെപ്പറ്റി പീഡിയക്കൊലായ്മ നോൻ പറഞ്ഞത് ഞാൻ നേർക്ക് നേരെ കേട്ടതാടാ എന്ന് പറഞ്ഞിട്ട് ഒരു ചങ്ങായി പറഞ്ഞെടുത്തത് ഇക്കാരം. സോങ്ങളെ എന്താ ഇസ്ലാമിന്റെ ദീനിന്റെ ഒരു കാര്യം അറിയോ? നമ്മൾ പറയല്ലേ സോങ്ങളെ, നമ്മളെ പറ്റി ചിലരൊക്കെ ഇങ്ങനെ പറയുമ്പോ എടാ ഓനും ഞാനൊക്കെ ഒന്നിച്ച് പള്ളി ഓനക്ക് എന്നോടൊന്ന് ചോദിച്ചൂടെ? സോളെ നമ്മൾ പറയല്ലേ ഇന്നെ പറ്റി അങ്ങനെ സംഗതി എന്നോട് ചോദിച്ചൂടെ, എന്നാ എനിക്കത് പറഞ്ഞു കൊടുക്കാലോ. സോളെ ഇതേ ആഗ്രഹം നമ്മൾ തെറ്റിദ്ധരിച്ച് ബാക്കിയുള്ളവനെ പറ്റി പറയുകയും വിശ്വസിക്കുകയും നെഞ്ച് കൊണ്ടെടുക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാവൂലേ? നമ്മളെന്താ അറിയോ, ഇനി ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ തന്നെ നമ്മളെന്താ പറയോ, എനിക്ക് എന്നോടൊന്ന് സംസാരിക്കണം, എനിക്ക് സംസാരിക്കണ്ട, എനിക്കറിയാം ഇതെന്താ പറയാൻ പോണ്, ഇതെന്ത് ദീനാ കൂട്ടരെ, ഇതെന്ത് ദീനാണ്, ഇതെവിടുന്ന് നമ്മൾ പഠിച്ചേ, ഇങ്ങനെ സംഗതി എവിടുന്ന പഠിച്ച്, ഓ പറഞ്ഞോട്ടെ. നമ്മളങ്ങനല്ല ആഗ്രഹിക്കണേ. നമ്മളോട് ഇരിക്കാണ്, എന്നോട് ഞാൻ വർത്താനല്ലടാ, ജിന്റെ കുട്ടിയാറുണ്ട് എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ, നമുക്ക് മനസ്സിലായില്ല. നമ്മൾ എന്താ പറയാ, ഉമ്മച്ചങ്ങളോട് പറയും, എന്താനോട് പറഞ്ഞിട്ട് എനിക്ക് എന്നെ പറ്റിയിട്ട് ബോധ്യമുണ്ട്, എന്ത് വർത്താനം പറഞ്ഞാലും അത് മാറൂല എന്ന് പറഞ്ഞാൽ സോങ്ങളെ നമ്മൾ നൊലോളിക്കാന്നല്ലാതെ നമ്മുടെ മനസ്സിലെന്താ ഉണ്ടാകുക, പടച്ചോനെ എന്താ ഉമ്മച്ചിനോട് വർത്താനം പറയാത്ത, വർത്താനം പറഞ്ഞ എനിക്കത് പറഞ്ഞു കൊടുക്കാനല്ലോ, ഉമ്മ എന്താ വിചാരിച്ചത്, നിങ്ങളത് കേട്ടാ മതിയല്ലോ. സോ ഇതേ സാധനം ഇതേ കാര്യം നമ്മുടെ കൂട്ടുകാരും നമ്മളെ കുടുംബക്കാരും നമ്മൾ തെറ്റിക്കണവർക്കൊക്കെ ഉണ്ട്. നമ്മൾ ഓരോന്ന് സംസാരിച്ചാൽ പലതും മനസ്സിലാവും. എന്താ അറിയോ, തെറ്റിദ്ധാരണ ഇനി കേട്ടത് പ്രകാരം ഇങ്ങനെയല്ല, നമ്മളെ പറ്റിയല്ല പറഞ്ഞത്, അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞതാണ്. ഒരു സലാം സ്വർഗം കിട്ടും, ഒരു ബന്ധം കിട്ടും, നമ്മുടെ ഖബർ വെളിച്ചാവും. വെറുതെ ഈ നാട്ടിലത്തെ മഹാഭൂരിപക്ഷ ആൾക്കാരുണ്ടാക്കുന്ന ചെറിയ ചെറിയ സാധനത്തെ നമ്മൾ കൂടിയാണ്ട് ഏതെങ്കിലും ദിവസം നെഞ്ചുവേദന വന്ന് പോകുമ്പം ഇതേ മനുഷ്യന്മാര് വന്നാണ്ട് പള്ളിക്കന്ന് അള്ളാന്റെ മുന്നിൽ നിസ്കരിക്കാൻ ഓലൊക്കെ തന്നെ ഉണ്ടാകുക, നമ്മുടെ മനസ്സിലുണ്ടാകുക. വീണ്ടും പറയാൻ, ഇന്ന് കാണുന്ന പല തെറ്റുകളുടെയും അകൽച്ചയുടെയും തർക്കത്തിന്റെയും പിന്നിൽ തെറ്റല്ല, തെറ്റിദ്ധാരണയാണ്. ഓലെന്നെപ്പറ്റി ഇബളിന്നെപ്പറ്റി മൂത്തച്ചളച്ചിനെ പറ്റി പറഞ്ഞു, ഓലങ്ങോട്ട് കൊണ്ട് ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല. സോ ഉണ്ടാകരുത്, ദയവ് ചെയ്തിട്ട് പറയാൻ ഉണ്ടാകരുത്. നമുക്ക് പറ്റുമെങ്കിൽ തുറന്ന് സംസാരിക്കാനൊരു മനസ്സുണ്ടാകുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ നാഥൻ നമ്മൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാകട്ടെ. അള്ളാഹുവെ കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിൽ വിചാരണയിൽ നാഥ നീ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി സംഭവിച്ച എല്ലാ പാപങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവെ സത്യവിശ്വാസികളെ കുറിച്ച് നല്ലത് വിചാരിക്കുകയും ആ വിചാരം സൽക്കർമ്മമായി ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ തെറ്റിദ്ധാരണകളോ പകയോ വിദ്വേഷമോ തെറ്റലോ ഹൃദയത്തിലുണ്ടെങ്കിൽ ആ ഹൃദയത്തെ വിമലീകരിക്കാൻ, സ്ഫുടം ചെയ്തെടുക്കാൻ, ശുദ്ധീകരിക്കാൻ, ഈമാന് കൊണ്ട് തഖ്വ കൊണ്ട് കഴുകിക്കളയാൻ നാഥാ നീ ഞങ്ങൾക്ക് തഖ്വയും ഈമാനും നിലനിർത്തി തരണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങൾ വിട പറഞ്ഞു പോയ ആളുകൾക്ക് നാഥ നീ ഖബറിടം വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ കൂട്ടത്തിൽ ശാരീരികമായും സാമ്പത്തികമായും കുടുംബപരമായും ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് നാഥ. വീടുകളിൽ രോഗികളായി കിടക്കുന്ന ഒരുപാട് ആളുകളുടെ നാഥ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ ഹലാലായ വർധനവും അതിൽ ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ മക്കൾ നന്നായി പഠിക്കാനും ഉന്നതങ്ങളിലേക്ക് എത്താനും ഹലാലായ മേഖലകളിലേക്ക് എത്തിച്ചേരാനും നാഥ നീ തൗഫീഖ് നൽകണമേ റഹ്മാനെ. ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് നാഥ ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار.